എല്ലാവർക്കും നമസ്കാരം. എഡ്യൂ പ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PhD അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും PhD എൻട്രൻസ് മുതൽ PhD അവാർഡിംഗ് വരെയുള്ള വിവിധ സ്റ്റേജുകളെ കുറിച്ചുമാണ്. PhD ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം അല്ലാത്തതിനാൽ പല യൂണിവേഴ്സിറ്റികളും പല രീതികളാണ് PhDക്ക് ഫോളോ ചെയ്യുന്നത്. വാട്ട് ഈസ് PhD? ഹൗ ടു ഗെറ്റ് PhD? തിങ്സ് യു ഷുഡ് നോ ബിഫോർ PhD തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മലയാളം വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ ഒരു PhD പ്രോഗ്രാമിന് പ്ലാൻ ചെയ്യുന്നവർക്ക് PhDയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ PhD ഘട്ടങ്ങളെക്കുറിച്ചുമുള്ള എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ PhD ഒരു വിഷയത്തിലുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ്. ഇന്ത്യയിൽ UGC അപ്രൂവ് ചെയ്തിരിക്കുന്നത് 2 PhD പ്രോഗ്രാമുകളാണ്. ഫുൾ ടൈം PhDയും പാർട്ട് ടൈം PhDയും. ഓൺലൈൻ ഡിസ്റ്റൻസ് PhD പോലുള്ള പ്രോഗ്രാമുകൾ ഇന്ത്യയിൽ വാലിഡ് അല്ല എന്നുകൂടി മനസ്സിലാക്കുക. ഫുൾ ടൈം PhDക്കും പാർട്ട് ടൈം PhDക്കും ഒരേ വാല്യൂ ആണ് ഉള്ളത്. ഡ്യൂറേഷനിൽ ഉള്ള അന്തരമാണ് ഫുൾ ടൈം PhDയുടെയും പാർട്ട് ടൈം PhDയുടെയും പ്രധാന വ്യത്യാസം. PhD സർട്ടിഫിക്കറ്റിൽ ഫുൾ ടൈം എന്നോ പാർട്ട് ടൈം എന്നോ മെൻഷൻ ചെയ്യാറില്ല. പാർട്ട് ടൈം PhD വർക്കിംഗ് പ്രൊഫഷണൽസിന് വളരെ ഉപകാരപ്രദമാണ്. കാരണം അവർക്ക് ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈം PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാവുന്നതാണ്. സാധാരണയായി ഫുൾ ടൈം PhD 3 വർഷവും പാർട്ട് ടൈം PhD 4 വർഷവുമാണ് നടത്തുന്നത്. ഇനി PhDയുടെ വിവിധ സ്റ്റേജുകളിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേജാണ് PhD എൻട്രൻസ് എക്സാമിനേഷൻ. PhD അഡ്മിഷൻ പ്രക്രിയയിലെ ഏറ്റവും ആദ്യ സ്റ്റേജ് PhD എൻട്രൻസ് എക്സാമാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഓൺലൈൻ ആയിട്ടായിരിക്കും നടത്തുക. ചില യൂണിവേഴ്സിറ്റികളിൽ എൻട്രൻസ് എക്സാമിനേഷൻ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നടത്തുന്നത്. നിങ്ങൾക്ക് UGC നെറ്റ്, CSIR നെറ്റ് അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കുന്നതാണ്. ഇല്ലെങ്കിൽ അതത് യൂണിവേഴ്സിറ്റിയുടെ PhD എൻട്രൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യണം. UGC നെറ്റ് തുടങ്ങിയ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായവർക്ക് യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. എൻട്രൻസ് ടെസ്റ്റിൽ സാധാരണയായി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, സബ്ജക്ട് നോളജ്, ബേസിക്സ് ഓഫ് റിസർച്ച് മെത്തഡോളജി എന്നിവയാണ് പരിശോധിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജാണ് PhD ഇന്റർവ്യൂ. എൻട്രൻസ് ക്ലിയർ ചെയ്ത ശേഷം അടുത്ത പ്രധാന ഘട്ടം ഇന്റർവ്യൂ ആണ്. ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും മാൻഡേറ്ററി ആണ്. UGC നെറ്റ് എലിജിബിലിറ്റി ഉള്ളവരും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ക്ലിയർ ചെയ്തവരും 2 വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഇന്റർവ്യൂ മാൻഡേറ്ററി ആണ്. ഇന്റർവ്യൂവിൽ സാധാരണ നിങ്ങളോട് ചോദിക്കുന്നത് 1. നിങ്ങളുടെ സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട്, 2. റിസർച്ച് ഇൻട്രസ്റ്റ്, 3. ഫ്യൂച്ചർ റിസർച്ച് ഐഡിയ, 4. റിസർച്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് PhD റിസർച്ച് പ്രപ്പോസൽ സബ്മിഷനാണ്, അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് പ്രപ്പോസൽ അഡ്മിഷൻ മുമ്പ് സബ്മിറ്റ് ചെയ്യേണ്ടതായി വരും. ചില യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് പ്രപ്പോസൽ അഡ്മിഷൻ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക. സ്റ്റേജ് 4 ഗൈഡ് അലോട്ട്മെന്റ് ആൻഡ് RAC ഫോർമേഷനാണ്. PhD അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഒരു റിസർച്ച് ഗൈഡ് അല്ലെങ്കിൽ സൂപ്പർവൈസറിനെ അലോട്ട് ചെയ്ത് നൽകും. അതോടൊപ്പം RAC അതായത് റിസർച്ച് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്യും. RAC കമ്മിറ്റിയിൽ സ്കോളർ ഗൈഡ് കൂടാതെ മിനിമം ഒരു സബ്ജക്ട് എക്സ്പേർട്ട് കൂടി ഉണ്ടായിരിക്കും. റിസർച്ച് പ്രോഗ്രസ് റിവ്യൂ ചെയ്യുന്നതാണ് RACയുടെ പ്രധാനപ്പെട്ട റോൾ. പിന്നെ കേരളത്തിലെ PhD എൻട്രൻസ്, PhD അഡ്മിഷൻ പ്രോസസ്സ്, പാർട്ട് ടൈം PhDക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യതകൾ തുടങ്ങിയ വിവരങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനപ്രദമായിരിക്കും. 5ാമത്തെ സ്റ്റേജാണ് RAC അല്ലെങ്കിൽ ഗൈഡ് മീറ്റിംഗ്. UGC നോംസ് അനുസരിച്ച് 6 മാസത്തിലൊരിക്കൽ ഗൈഡ് മീറ്റിംഗ് അല്ലെങ്കിൽ RAC മീറ്റിംഗ് മാൻഡേറ്ററി ആണ്. RAC മീറ്റിംഗിൽ നിങ്ങൾ ചെയ്ത റിസർച്ച് വർക്കിനെ കുറിച്ചുള്ള അവലോകനം, പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് പ്ലാനിംഗ്, കൂടാതെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസ് എന്നിവ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. റിസർച്ചിൽ ഡിലേ ഉണ്ടാകാതിരിക്കാൻ RAC മീറ്റിംഗ്സ് പ്രോപ്പറായി അറ്റൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. 6ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് PhD കോഴ്സ് വർക്കാണ്. PhD കോഴ്സ് വർക്ക് എന്നത് ഒരു പ്രിപ്പറേറ്ററി കോഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കോഴ്സ് വർക്കിൽ പഠിപ്പിക്കുന്നത് 1. റിസർച്ച് മെത്തഡോളജി, 2. റിസർച്ച് എത്തിക്സ്, 3. സബ്ജക്ട് റിലേറ്റഡ് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. സാധാരണയായി കോഴ്സ് വർക്ക് ഡ്യൂറേഷൻ 6 മാസമായിരിക്കും. പിന്നെ PhD അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, ചില യൂണിവേഴ്സിറ്റികളിൽ പാർട്ട് ടൈം PhD സ്കോളേഴ്സിനും കോഴ്സ് വർക്ക് സമയത്ത് ക്യാമ്പസിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. ഇതും നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഓരോ യൂണിവേഴ്സിറ്റിയെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇത് അന്വേഷിച്ച് മനസ്സിലാക്കി 6 മാസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും പണവും നഷ്ടമായേക്കാം.
PhD കോഴ്സ് വർക്ക് ഓൺലൈനായി നടത്തുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവശ്യമുള്ളവരും കൂടാതെ ഫ്ലെക്സിബിലിറ്റിയോടുകൂടി NAC A ഗ്രേഡ് യൂണിവേഴ്സിറ്റികളിൽ PhD അഡ്മിഷൻ ലഭിക്കാൻ വേണ്ട ഗൈഡൻസ് ആവശ്യമുള്ളവരും കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത സ്റ്റേജാണ് PhD കോഴ്സ് വർക്ക് എക്സാമിനേഷൻ. കോഴ്സ് വർക്ക് കഴിഞ്ഞാൽ കോഴ്സ് വർക്ക് എക്സാമിനേഷൻ ആണ് അടുത്ത സ്റ്റേജ്. സാധാരണയായി 4 പേപ്പേഴ്സാണ് കോഴ്സ് വർക്ക് എക്സാമിനേഷനിൽ ഉണ്ടാവുക. അതിൽ ഒരു പേപ്പർ സ്വയം തുടങ്ങിയ പോർട്ടലിൽ ഓൺലൈനായി ചെയ്യാം. ബാക്കി 3 പേപ്പേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ ഓഫ്ലൈൻ ആയിരിക്കും നടത്തപ്പെടുക. 8ാമത്തെ സ്റ്റേജിൽ റിസർച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. റിസർച്ച് വർക്ക് പല ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. 1 ഡാറ്റ കളക്ഷൻ. ആദ്യമായി റിസർച്ചിനായി ആവശ്യമായ ഡാറ്റ കളക്ഷൻ ചെയ്യാം. ഇത് ക്വസ്റ്റ്യനെയേഴ്സ്, ഇന്റർവ്യൂസ്, എക്സ്പെരിമെന്റ്സ്, ഡാറ്റാബേസസ് എന്നിവ വഴിയായിരിക്കാം ചെയ്യുന്നത്. 2 സർവേ ബേസ്ഡ് റിസർച്ച് ആണെങ്കിൽ പാർട്ടിസിപ്പൻസിൽ നിന്ന് സ്ട്രക്ചേർഡ് ഡാറ്റ കളക്ട് ചെയ്യാം. 3 അനാലിസിസ്. കളക്ട് ചെയ്ത ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാം. ഇവിടെയാണ് റിസർച്ച് ഫൈൻഡിങ്സ് രൂപപ്പെടുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ജേണൽ പബ്ലിക്കേഷൻ ആണ്. UGCയുടെ പുതിയ നോംസ് അനുസരിച്ച് ജേണൽ പബ്ലിക്കേഷൻ ഇപ്പോൾ നിർബന്ധമില്ല. പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ ജേണൽ പബ്ലിക്കേഷൻ ഇപ്പോഴും മാൻഡേറ്ററി ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് അനുസരിച്ചിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്ത സ്റ്റേജാണ് തിസിസ് റൈറ്റിംഗ് ആൻഡ് സബ്മിഷൻ. റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം PhD തിസിസ് തയ്യാറാക്കുന്നതാണ് PhD പ്രോഗ്രാമിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം. ഗൈഡ് അപ്രൂവൽ ലഭിച്ചതിന് ശേഷമാണ് തിസിസ് സബ്മിഷൻ നടത്തുന്നത്. അടുത്ത സ്റ്റേജാണ് ഓപ്പൺ ഡിഫൻസ്, അവസാന ഘട്ടം. അവസാന ഘട്ടം എന്ന് പറയുന്നത് ഓപ്പൺ ഡിഫൻസ് അല്ലെങ്കിൽ ഫൈനൽ വൈവയാണ്. ഇവിടെ നിങ്ങളുടെ റിസർച്ച് വർക്ക് പബ്ലിക്കായി പ്രസന്റ് ചെയ്യണം. കൂടാതെ പാനലിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നിങ്ങളുടെ റിസർച്ച് ഫൈൻഡിങ്സിനെ നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുകയും വേണം. ഇതാണ് ചുരുക്കത്തിൽ ഒരു ഡോക്ടറേറ്റ് പ്രോഗ്രാമിന്റെ A to Z പ്രോസസ്. അതായത് നിങ്ങളുടെ പേരിന് മുന്നിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 അക്ഷരങ്ങൾ, അതായത് ഡോക്ടർ ചേർക്കുന്നതിന് വേണ്ട വിവിധ ഘട്ടങ്ങൾ ഈ പറഞ്ഞതാണ്. വീണ്ടും പറയട്ടെ, PhDയുടെ ഫോർമാറ്റ് പല യൂണിവേഴ്സിറ്റികളിലും പല വിധമാണ്. പ്രത്യേകിച്ചും പാർട്ട് ടൈം PhDക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കോഴ്സ് വർക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാമാണോ, ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം ആ യൂണിവേഴ്സിറ്റിയിൽ പോകണം, എത്ര ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രമേ PhD അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ. ചില യൂണിവേഴ്സിറ്റികളിൽ പാർട്ട് ടൈം PhD പ്രോഗ്രാം വളരെ ഫ്ലെക്സിബിൾ ആണ്. ചില യൂണിവേഴ്സിറ്റികളിൽ PhD കോഴ്സ് വർക്ക് റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിരിക്കും. അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും റൂൾസ് മനസ്സിലാക്കിയ ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ PhD പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ കമന്റ് ബോക്സിലൂടെ അത് ഞങ്ങളെ അറിയിക്കുക. കൂടാതെ ഫ്ലെക്സിബിളായി UGC നെറ്റ് ഇല്ലാതെ തന്നെ തമിഴ്നാട്ടിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ PhD അഡ്മിഷന് വേണ്ട ഗൈഡൻസിനും PhD റിസർച്ച് അസിസ്റ്റൻസിനും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. PhD സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതാണ്. പിന്നെ ഫാസ്റ്റ് ട്രാക്ക് PhD, ബാക്ക് ഡേറ്റഡ് PhD എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ, കേരളത്തിലെ PhD അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, UGC നെറ്റ് ഇല്ലാതെ എങ്ങനെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കാം, PhD പ്രപ്പോസൽ എങ്ങനെ തയ്യാറാക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ PhD അഡ്മിഷൻ നോട്ടിഫിക്കേഷനെ കുറിച്ചും PhD ന്യൂ റൂൾസ്, PhD ഫോർ NRI ആപ്ലിക്കൻസ്, UGC നെറ്റ് ഡീറ്റെയിൽസ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.